മലയാളത്തിലെ യുവനടിമാരിൽ ശ്രദ്ധേയയാണ് അഹാന കൃഷ്ണ. നടൻ കൃഷ്ണകുമാറിന്റെ മകളായ അഹാന നടി എന്നതിലുപരി യൂട്യൂബറായും മലയാളികൾക്ക് ഏറെ പരിചിതയാണ്. വിരലിൽ എണ്ണാവുന്ന സിനിമകളിലെ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും നിരവധി ആരാധകരാണ് അഹാനക്ക് സോഷ്യൽ മീഡിയയിലുള്ളത്. തന്റെ ജീവിതത്തിലെ എല്ലാ വിശേഷങ്ങളും യൂട്യൂബ് ചാനലിലൂടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെയും അഹാന പങ്കുവെക്കാറുണ്ട്. ഇപ്പോഴിതാ അഹാന പങ്കുവച്ച പുതിയൊരു വീഡിയോ ആണ് ആരാധകരുടെ ശ്രദ്ധ നേടുന്നത്. ലേസർ വിഷൻ കറക്ഷൻ സർജറി നടത്തിയ അനുഭവം പങ്കുവെച്ച് എത്തിയിരിക്കുകയാണ് താരം. കണ്ണടയും പിന്നെ കോണ്ടാക്ട് ലെൻസുമായി കഴിഞ്ഞ 16 വർഷം താൻ നടത്തിയ യാത്രയോട് ഔദ്യോഗികമായി വിട പറഞ്ഞ സന്തോഷം പങ്കുവെച്ച് ഒരു കുറിപ്പും അഹാന പങ്കുവച്ചിട്ടുണ്ട്. ഇത്രയും വർഷത്തിനിടയിലുള്ള തന്റെ കാഴ്ചയിലെ വ്യത്യാസങ്ങളും സർജറിയെക്കുറിച്ചുള്ള അനുഭവങ്ങളുമാണ് അഹാന വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. സ്മൈൽ എന്ന ലേസർ വിഷൻ കറക്ഷൻ സർജറിക്കാണ് അഹാന വിധേയയായത്. ഇത് തന്റെ വ്യക്തിപരമായ അനുഭവമാണെന്നും ആരെയും പ്രമോട്ട് ചെയ്യാനുള്ളത് അല്ല എന്നും ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നവർ വിദഗ്ധ ഉപദേശങ്ങൾ തേടിയ ശേഷം മാത്രമേ ശസ്ത്രക്രിയ ചെയ്യാൻ പാടുള്ളൂ എന്നും പറഞ്ഞുകൊണ്ടാണ് അഹാന വീഡിയോ ആരംഭിക്കുന്നത്. എന്റെ കണ്ണിന്റെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ലേസർ സർജറിക്ക് വിധേയയായി. ഈ ഒരു പ്രക്രിയയിലൂടെ കടന്നുപോയ എന്റെ മുഴുവൻ അനുഭവങ്ങളും പങ്കുവെക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ചെയ്യാൻ കാരണം കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ എന്റെ ഈ അനുഭവം ഒന്നുകൂടി കാണാൻ വേണ്ടിയിട്ടാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ ഓർത്തിരിക്കണം എന്നില്ലല്ലോ. ഈ ചികിത്സ തേടുന്നതിന് മുൻപ് ഇത് ചെയ്ത മറ്റൊരാളുടെ അനുഭവം നേരിട്ട് മനസ്സിലാക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. കാരണം ഒരു ശസ്ത്രക്രിയ ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ മനസ്സിൽ 10,000 ചോദ്യങ്ങൾ ഉണ്ടാകും. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു വീഡിയോ കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്താൽ മറ്റുള്ളവർക്കത് ഉപകാരപ്പെടുമെങ്കിൽ ആകട്ടെ എന്ന് കരുതി. ഞാൻ ചെയ്ത ശസ്ത്രക്രിയയുടെ പേര് സ്മൈൽ എന്നാണ്. ഇത് ഒരു ലേസർ സർജറിയാണ്. ഏകദേശം 16 വർഷം പിന്നിലേക്ക് പോയാൽ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കണ്ണട വെക്കുന്നത്. എനിക്ക് ബോർഡിൽ എഴുതിയത് കാണാൻ പറ്റുന്നില്ല എന്ന് ഞാൻ വീട്ടിൽ വന്നു പരാതി പറയാറുണ്ടായിരുന്നു. പക്ഷെ എന്റെ അച്ഛനും അമ്മയും വിചാരിച്ചത് കണ്ണാടി വെക്കാനുള്ള എന്റെ ആഗ്രഹം കാരണം വെറുതെ പറയുന്നതാണ് എന്നാണ്. 4-5 പിള്ളേരുള്ള വീടാകുമ്പോൾ എല്ലാവരും പറയുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളൊന്നും അച്ഛനമ്മമാർ കാര്യമായി എടുക്കാറില്ല. അങ്ങനെ ഒടുവിൽ ഞാൻ ശരിക്കും കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ വാസനൈക്കേറിൽ കൊണ്ടുപോയി കണ്ണ് ടെസ്റ്റ് ചെയ്തു. അവിടെ എഴുതി കാണിച്ചതൊക്കെ വായിക്കാൻ കഴിയാതെ ഞാൻ വിജയകരമായി പരാജയപ്പെട്ടു. അന്ന് വായിക്കാൻ പറ്റാതിരുന്നതിൽ എനിക്ക് ത്രില്ലായിരുന്നു. കാരണം ഞാൻ പറഞ്ഞത് ശരിയായല്ലോ. കണ്ണാടി വെച്ചതിനു ശേഷം ഞാൻ സ്കൂളിലെ ഏറ്റവും കൂളായ കുട്ടിയായി എന്ന് എനിക്ക് തോന്നി. എന്റെ സ്പെക്സ് ലുക്കിൽ ഞാൻ ഒരുപാട് അഭിമാനിച്ചു. പതിയെ പതിയെ കണ്ണാടി വെക്കുന്നത് അത്ര കൂളായ കാര്യമല്ല എന്ന് എനിക്ക് തോന്നി. പിന്നെ പിന്നെ പല പല ഷേപ്പിലുള്ള കണ്ണാടികൾ ഫാഷൻ മാറുന്നതിനൊപ്പം ഞാൻ പരീക്ഷിച്ചു. പക്ഷേ കണ്ണാടി ഇല്ലെങ്കിലും എനിക്ക് ബുദ്ധിമുട്ട് നോക്കിയാൽ കാണാൻ പറ്റുമായിരുന്നു. പിന്നീട് ഞാൻ കണ്ണാടി ഉടുപ്പിൽ തൂക്കി ഇട്ടുകൊണ്ട് നടക്കാൻ തുടങ്ങി. കാരണം അതൊരു ഫാഷനായി എനിക്ക് തോന്നി. ഒടുവിൽ സ്കൂൾ റിയൂണിയനിൽ വെച്ച് കണ്ട ഒരു സുഹൃത്തിലൂടെയാണ് ഞാൻ ഈ ശസ്ത്രക്രിയയെക്കുറിച്ച് അറിഞ്ഞതെന്നും അങ്ങനെ അത് ചെയ്യുകയായിരുന്നുവെന്നും അഹാന പറഞ്ഞു.